ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കിയയുടെ ഒരു പുതിയ SUV ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പല സ്ഥലങ്ങളിലൂടെ ഓടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സെഗ്മെൻറ്റ് ഏതാണ് എന്നുള്ള കാര്യമൊന്നും നമുക്കിതുവരെ കൺഫേം ആയി കിട്ടിയിട്ടില്ല. ചിലവർ പറയുന്നു ഇത് നമ്മുടെ പഞ്ചും എക്സ്റ്ററിൻ്റെ ഒക്കെ ഒരു സെഗ്മെൻറ്റ്, അതായത് ബേസിക്കലി ഹ്യുണ്ടായുടെ എക്സ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ വേറെ ഒരു സൈഡിൽ ഈ വാഹനം സോണറ്റിനേക്കാൾ ഇത്തിരി കൂടെ പ്രീമിയമായിട്ട് സോണറ്റിൻ്റെയും സെൽറ്റോസിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വാഹനമായിരിക്കും എന്നും പറയുന്നുണ്ട്. ഡയമെൻഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് അത്യാവശ്യം വലുപ്പമുണ്ട്. എന്ന് വെച്ചാൽ സബ്ഫോമീറ്റർ ആയിരിക്കാനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഹ്യുണ്ടായുടെ കാസ്പറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ പുറത്തുള്ള വണ്ടിയാണ്. ഇതിൻ്റെ തന്നെ ഒരു കുറച്ചുകൂടെ വലിയ വേർഷനാണ് നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് കിട്ടിയത്. കാസ്പർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 3.6 മീറ്റേഴ്സ് ലെങ്ത് ഒക്കെ ഉള്ളൂ. പക്ഷെ എന്തായാലും അതിനേക്കാളൊക്കെ സൈസ് വെച്ച് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വാഹനമാണ് നമ്മുടെ ഈ പുതിയ വരാൻ പോകുന്ന SUV. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വാഹനത്തിൻ്റെ പേരാണ് ഏറ്റവും രസം. കുറച്ച് കാലം മുന്നേ കിയ ക്ലാവിസ് എന്ന് പറഞ്ഞ ഒരു പേര് ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാവിസ് എന്ന് പറയുമ്പം പൊതുവെ അവരങ്ങനെ അവരുടെ SUVകൾക്ക് ഇടാത്തൊരു പേരാണ്. നമ്മളിപ്പം നോർമലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ സെൽറ്റോസും സോണറ്റും രണ്ടും S വെച്ചാണ് തുടങ്ങുന്നത്. പുറത്താണെങ്കിലും അവർക്ക് സൊറൻറ്റോ അങ്ങനത്തെ കുറച്ച് SUVകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ സ്പോർട്ടേജ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കിയയുടെ പൊതുവെയുള്ള നെയിമിങ്ങിൽ SUVകൾക്ക് അവർ S വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പേരാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ കിയ സൈറോസ് എന്ന് പറഞ്ഞ ഒരു പുതിയ പേരും കൂടെ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ക്ലാവിസ് എന്ന് പറഞ്ഞ പേര് ഈ വാഹനത്തിന് ഉപയോഗിക്കാനുള്ള ചാൻസ് കുറവാണ്. അതവർ എന്ത് കണ്ടിട്ടാണ് ആ പേര് ആദ്യം ട്രേഡ് മാർക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇവരുടെ MPVകൾ, അതായത് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കാരൻസ് ഉണ്ട്, അതുപോലെ തന്നെ കാർണിവൽ, ഈ വണ്ടികളുടെയൊക്കെ പേരാണ് അവർ പൊതുവെ C വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാറുള്ളത്. ചിലപ്പോൾ ഇത് ആദ്യം ആ ഒരു റേഞ്ചിലായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ SUV ആയിട്ട് മാർക്കറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ പെട്ടെന്ന് പേര് മാറ്റിയതായിരിക്കും. ഇനി അതെന്തെങ്കിലും ആവട്ടെ, ഇതിൻ്റെ ഒരു പുതിയ പേരും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അടുത്തത് നമുക്ക് ഇതിൻ്റെ സെഗ്മെൻറ്റിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ പൊതുവെ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു വാഹനം ടാറ്റ പഞ്ചാണ്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് എക്സ്റ്റർ നിൽക്കുന്നുണ്ട് എന്ന് പറയാം. പഞ്ചിൻ്റെ സെയിൽസൊക്കെ അത് ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് നമുക്കൊരു 10,000 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാലം മുമ്പോട്ട് പോകുന്തോറും ആ വാഹനത്തിൻ്റെ സെയിൽസ് 10 മുകളിലേക്ക് പോകാൻ തുടങ്ങി, 12,000 ഇടയിലാവാൻ തുടങ്ങി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് 14,000 റേഞ്ചിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ വന്ന് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം മാർച്ച് മാസത്തിൽ 17,000 വരെ ഈ വാഹനത്തിന് സെയിൽ വന്നു. 18,000 വരെ ഫെബ്രുവരിയിലും സെയിൽ വന്നു. ഇനിയിപ്പം ഏപ്രിലിൽ കണക്കെടുക്കുകയാണെങ്കിൽ 19,100 വരെ ഈ വാഹനത്തിന് സെയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ച് വളരെ സൂപ്പറായിട്ട് തന്നെയാണ് ടാറ്റ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. എക്സ്റ്ററും വലിയ കുഴപ്പമൊന്നുമില്ല, 7,000 8,000 ആ ഒരു റേഞ്ചിലാണ് ഹ്യുണ്ടായി വിറ്റുകൊണ്ടിരിക്കുന്നത്. പഞ്ചിന് അത്രയും സെയിലൊന്നും പിടിക്കാൻ ഇതുവരെ എക്സ്റ്ററിന് പറ്റിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും വലിയ കുഴപ്പമില്ല. ഒരു 8,000 റേഞ്ചിലൊക്കെ പിടിക്കുന്നുണ്ടല്ലോ. അതായത് i10 ന്യൂസിനേക്കാളൊക്കെ ചില മാസങ്ങൾ ഇതിന് കൂടുതൽ സെയിൽസ് കിട്ടാറുണ്ട്. ഇപ്പോൾ ഇനി സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ സൈസ് ഓൾമോസ്റ്റ് നമ്മുടെ എക്സ്റ്ററുമായിട്ട് കമ്പാരബിൾ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം കൂടുതലും നമ്മുടെ എക്സ്റ്റർ ബേസ്ഡ് ആയിട്ട് വരാൻ പോകുന്ന SUV തന്നെ ആയിരിക്കും എന്നാണ്. അല്ലാതെ ഇനിയിപ്പോൾ ഇവർ സോണറ്റിൻ്റെ മോഡലും സെൽറ്റോസിൻ്റെ താഴത്തായിട്ടൊക്കെ ഒരു വണ്ടി നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആവും എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക വാഹനങ്ങളുടെയും പ്രൈസ് ആ ഒരു റേഞ്ചിൽ ക്ലാഷ് ആവുന്നുണ്ട്. അതിപ്പോൾ സബ്ഫോമീറ്റർ വണ്ടികളുടെ ആണെങ്കിലും എബോവ് ഫോമീറ്റർ വണ്ടികളുടെ ആണെങ്കിലും. ഈ സോണറ്റ് തന്നെ നമ്മളൊരു 2-3 വേരിയൻസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിൽ സെൽറ്റോസ് കിട്ടി തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ട് ആൾക്കാർക്ക് സെൽറ്റോസ് എടുത്തുകൂടാ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. കുറച്ചുകൂടെ വലിയ വണ്ടിയാണ്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഫീച്ചേഴ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് വരും. പക്ഷെ എന്നാലും സെഗ്മെൻറ്റ് വലുതാവുമ്പോൾ അനുസരിച്ച് ആൾക്കാർ ചിലപ്പം ആ ഒരു വണ്ടിയിലേക്കും പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല രീതിയിൽ പ്രൈസ് ക്ലാഷ് ഉള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ 2 വണ്ടികളുടെ. അതിൻ്റെ ഇടയിലേക്ക് അവർ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പുതിയ SUV കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രൈസ് ക്ലാഷ് കൂടുകയും അതുപോലെ സോണറ്റിൻ്റെ കുറച്ചും കൂടെ ഉയർന്ന വേരിയൻസിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എന്നാൽ സെൽറ്റോസ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് താഴത്തായിട്ട്, അതായത് ഈ 2 വണ്ടികളുടെ ഇടയിൽ ഏകദേശം 1 ലാഖിൻ്റെ ഒക്കെ ഡിഫറൻസിലായിരിക്കും ഈ പുതിയ വണ്ടി ഒന്ന് കിടക്കാൻ പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായും അവരുടെ മറ്റ് 2 വണ്ടികളുടെ സെയിൽസിനെ ബാധിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഫോട്ടോസ് വെച്ച് കാണിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ഡയമെൻഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്തായാലും ജസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ വാഹനത്തിന് അത്യാവശ്യം ഹൈറ്റ് കൂടുതലുള്ളതായിട്ട് കാണാം. പഞ്ചിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഒരു ഇത്തിരി സ്ലോപ്പിംഗ് റൂഫ് ലൈൻ പോലെയാണല്ലോ അവർ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ബാക്ക് ലൈൻ നോക്കുന്ന സമയത്ത് പഞ്ച് നമുക്കൊരു ഇത്തിരി ചെറിയ വാഹനമായിട്ടും തോന്നും. ഈ വാഹനത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അത്യാവശ്യം നല്ല വലിയൊരു ലുക്ക് തന്നെയാണ് ഈ വാഹനത്തിന് നമ്മൾ ഏത് ആംഗിളിൽ നോക്കിയാലും കിട്ടുന്നത്. പിന്നെ ടെസ്റ്റിംഗ് ഫോട്ടോസൊക്കെ നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വിട്ടും ഈ ഒരു വാഹനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് പഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി വലിപ്പം കൂടുതൽ തോന്നുന്നുണ്ട് എനിക്ക്. അതിപ്പോൾ നമ്മൾ എക്സ്റ്റർ നോക്കിയാലും അതിൻ്റെ അകത്ത് കാണാം. കാരണം ആ വണ്ടിയുടെ ഹൈറ്റ് അത്യാവശ്യമുണ്ട്. അതുപോലെ ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് അവർ SUV പോലത്തെ പ്രപ്പോർഷൻസൊക്കെ തോന്നും. പിന്നെ ബാക്കിൽ നിന്നാണെങ്കിലും ഭയങ്കര ചെറിയ വണ്ടി പോലെ തോന്നുന്നില്ല, പഞ്ചൊക്കെ നമുക്ക് നോക്കുമ്പോൾ തോന്നുന്ന പോലെ. ഇനി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റിംഗ് ഇമേജ് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ DRLs നമുക്ക് കുറച്ച് താഴത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന പോലെയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ എക്സ്റ്ററിൻ്റെ ഒക്കെ ആണെങ്കിൽ അവർ ടോപ്പ് പോർഷനിലായിട്ട് DRLസും താഴത്തെ മെയിൻ ഹെഡ് ലാമ്പ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയിൽ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി LED ആയിട്ടാണ് വരുന്നത്. പക്ഷേ DRLസും നമ്മൾ മുകളിലായിട്ട് പൊതുവെ വണ്ടികൾ കാണുന്ന പോലെയല്ല, കുറച്ച് താഴത്തായിട്ട് വെർട്ടിക്കലായിട്ടാണ് ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് പൊതുവെ ഉള്ളതിൽ നിന്നും കുറച്ചൊരു വേറിട്ട രീതിയിലുള്ള ഡിസൈൻ ഫിലോസഫിയാണ് അവർ ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്യാൻ നോക്കിയിരിക്കുന്നത് എന്ന് പറയാം. കാരണം വേറെ കട്ടൗട്ടൊന്നും ഇതിൻ്റെ മുകളിലത്തെ പോർഷനൊന്നും അവൈലബിൾ അല്ല. ഇനിയിപ്പം വണ്ടി വരുന്ന സമയത്ത് അവിടെ ഇൻഡിക്കേറ്ററിൻ്റെ വല്ല പ്രൊവിഷൻ ഉണ്ടാവും നമുക്കറിയില്ല. ബാക്കി സാധനങ്ങൾ കംപ്ലീറ്റ്ലി ക്യാമഫ്ലാഷ് ആണ്. ആകെപ്പാടെ നമുക്ക് ഫ്രണ്ടിലത്തെ ചെറിയ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇൻട്രസ്റ്റിംഗ്ലി ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അഡാസിൻ്റെ ആ ഒരു സെൻസറും റഡാറും സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ താഴത്തായിട്ടൊരു സ്ക്വയർ പോലത്തെ പെട്ടിരിക്കുന്നില്ലേ, അത് അഡാസിൻ്റെ ആണ്. അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ ആണ്. ഈ ഒരു സെഗ്മെൻറ്റ് മുതൽ അപ്പോൾ നമുക്കിനി അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ അകത്ത് എനിക്ക് എപ്പോഴും ഈ വാഹനത്തിന് ടെസ്റ്റിംഗ് ഇമേജിലൊക്കെ സൈഡിൻ്റെ ഭയങ്കര റിസംബ്ലൻസ് എക്സ്റ്ററുമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രൊപ്പോർഷൻസും അതുപോലെ ബോക്സി ലൈക്ക് ഡിസൈനൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ സൈഡിലത്തെ ഒരു ഗ്ലാസിൻ്റെയൊക്കെ ഡിസൈനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ എക്സ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ സ്ക്വയർ ബോക്സ് പോലെയാണ് ഇരിക്കുന്നതിൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അത്യാവശ്യം നല്ല ഹൈറ്റ് ഒരു വാഹനം കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനെയും അതുപോലെ മറ്റേ റൂഫ് റെയിൽസും സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഈ വാഹനത്തിനകത്ത് ഈ ഒരു സെഗ്മെൻറ്റിൽ പാനറോമിക് സൺറൂഫ് ഓഫർ ചെയ്യും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. XUV3 XL ആണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ആകപ്പാട് പാനറോമിക് സൺറൂഫ് ഉള്ളത്. പിന്നെ 5 എക്സ്റ്റർ അതൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ നോർമൽ സിംഗിൾ പെയിൻ സൺറൂഫേ ഉള്ളൂ, പാനറോമിക് ഇല്ല. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലേക്ക് ഒരു ഇത്തിരി കൂടെ മുന്നോട്ടാണ് ചിന്തിച്ചിരിക്കുന്നത്. പിന്നെ റിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ടെയിൽ ലാംപ്സ് അവരുടെ ടോപ്പ് പോർഷനിലായിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. താഴത്തെ ചെറിയൊരു കട്ടൗട്ട് പോലെ കാണുന്നുണ്ട്, പക്ഷേ അത് മിക്കവാറും റിവേഴ്സ് ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ആയിരിക്കാം. പക്ഷേ മുകളിലാണ് നമുക്ക് അവർ L ഷേപ്പിൽ ഇതിൻ്റെ ടെയിൽ ലാംപ്സ് ഒക്കെ അവർ കൊടുത്തിരിക്കുന്നത്. പണ്ട് നമ്മൾ ഈ പുൻഡോ വിസ്ത അങ്ങനത്തെ വണ്ടികളൊക്കെ കാണുമല്ലേ മുകളിൽ, അത് പക്ഷേ കുറച്ചുകൂടെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. പുൻഡോയിലാണ് മെയിനായിട്ട് ആ ടോപ്പിൽ മാത്രമായിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് വന്നിരുന്നത്. എന്തായാലും ഈ വാഹനത്തിൽ കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ്. പിന്നെ വളരെ സ്ലിക്കായിട്ടാണ് അത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ റിയർ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ഒബ്വിയസ്ലി ക്യാമഫ്ലാഷ്ഡ് ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി അടുത്തത് ഇതിൻ്റെ ലീക്കായി വന്നിരിക്കുന്ന ഇമേജസ് ആണ്. ഒരുപാട് സാധനങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, കാരണം ഒരു ഡാഷ്ബോർഡൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് അവർ ഒരു സിംഗിൾ ഡിസ്പ്ലേ സ്ക്രീൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത സെൽട്ടോസ് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നപ്പോൾ കണ്ട ആ ഒരു സെയിം ലേഔട്ടിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ ഇൻഫോടൈം സിസ്റ്റം ഒക്കെ വരുന്നത്. അതായത് രണ്ടിൻ്റെയും സൈസ് 10.25 ഇഞ്ച് ആയിരിക്കും തന്നെയാണ് സാധ്യതയുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. അതിൻ്റെ അകത്ത് ഒബ്വിയസ്ലി ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോണർ കൺട്രോൾസ്, അതിൻ്റെയൊക്കെ ബട്ടൺസ് ഉണ്ടാവും. പിന്നെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രോൾസും അതിൻ്റെ അകത്ത് ഉണ്ടാവുമായിരിക്കും. പിന്നെ കിയയുടെ വണ്ടി ആയതുകൊണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അവർ തീർച്ചയായും ഒരു കുറവും വരുത്താൻ പോകുന്നില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോ AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനത്തെ നോർമലായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. അത് എക്സ്റ്ററിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള വാഹനമാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ അതിന് മുകളിലുള്ള സെഗ്മെൻറ്റ് വരുന്ന പോലത്തെ വണ്ടി, അതായത് സോണറ്റിന് മുകളിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായും അതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം സോണറ്റിൽ തന്നെ ഓൾറെഡി നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. സ്പൈ ഷോട്ട്സിലൂടെ നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ ഓട്ടോക്കാരെന്താ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഈ വാഹനം ഇനീഷ്യലി പെട്രോളിലായിരിക്കും അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻസും വരും എന്നും പറയുന്നുണ്ട്. എക്സ്റ്ററിൽ ഇപ്പോൾ താൽക്കാലികമായി നമുക്ക് പെട്രോൾ മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക്കിൻ്റെ ഓപ്ഷനൊന്നുമില്ല. ഫ്യൂച്ചറിൽ ചിലപ്പം അതും വന്നേക്കാം. പിന്നെ ഇതിൻ്റെ ലോഞ്ച് ടൈമിൽ ഇപ്പോഴത്തെ റൂമേഴ്സ് അനുസരിച്ച് 2025 സ്റ്റാർട്ടിംഗ് ആണ് പറയപ്പെടുന്നത്. ആ ഒരു സമയം അടുത്താകുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ഏത് സെഗ്മെൻറ്റിലാണ് ഈ വണ്ടി വരാൻ പോകുന്നതെന്നൊക്കെ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും ഡീറ്റെയിൽസേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.